ഹൈ മക്കളെ, വെൽക്കം ബാക്ക് ടു എം സൊല്യൂഷൻ ടീച്ചറാണ്. അപ്പം നമ്മൾ അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ, നെക്സ്റ്റ് വീക്ക് മുതൽ. അപ്പോൾ അലോട്ട്മെന്റിന് മുൻപ് +1 കൊമേഴ്സ് സ്റ്റുഡൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കൃത്യമായിട്ട് സാറ് പറഞ്ഞുതരാം. അതായത് നമ്മൾ സബ്ജക്റ്റുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് അറിയാലോ അല്ലേ. അപ്പം അലോട്ട്മെന്റ് ടൈമിൽ അല്ലേ, നിങ്ങൾ പലരും നിങ്ങളുടെ സ്കൂളുകളൊക്കെ ചൂസ് ചെയ്യുന്നത് പല ക്രൈറ്റീരിയ ബേസിലായിരിക്കും അല്ലേ. അതായത് ഇപ്പം ഫ്രണ്ട്സ് എല്ലാവരും പോകുന്ന സ്കൂളിൽ തന്നെ ഞാനും പോകുന്നു, അല്ലെങ്കിൽ എന്താ വീടിന് അടുത്തുള്ള സ്കൂളിലേക്ക് പോകാം അല്ലേ, അത് മതി എനിക്ക്, അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ മതി എനിക്ക് അല്ലേ. അങ്ങനെ എന്താണ് കുറേ ക്രൈറ്റീരിയാസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അലോട്ട്മെന്റിന് നിങ്ങളൊരു സ്കൂൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പലരും ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും സ്കൂൾ ചൂസ് ചെയ്യാൻ പോകുന്നുണ്ടാവും അല്ലേ. പക്ഷേ +1 കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഈ ഒരു ക്രൈറ്റീരിയയുടെ ബേസിലാവരുത് നിങ്ങളെ സ്കൂൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരേ ഒരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. നമ്മുടെ കൊമേഴ്സിൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓപ്ഷണൽ പേപ്പേഴ്സ്. അത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം ഇതവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മാത്സ് അല്ലേ, മാത്സ് ഇഷ്ടമല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ മാത്സ് ഇഷ്ടമല്ല എന്ന് കരുതി ഞാനൊരു സ്കൂളൊക്കെ ചൂസ് ചെയ്തു. പക്ഷേ +1 ഞാൻ പോയ സ്കൂളിൽ മാത്സ് ഉണ്ടായിരുന്നു. അതാണ് സിറ്റുവേഷൻ. അതേ സിറ്റുവേഷനിലേക്ക് മക്കൾ എത്തും. ഇപ്പോൾ മാത്സ് താല്പര്യമില്ലാത്ത കുട്ടികൾ നിങ്ങളിപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ബേസിൽ നിങ്ങളെ സ്കൂൾ ചൂസ് ചെയ്തു. ഇപ്പം ഫ്രണ്ട്സ് എല്ലാവരും പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സെയിം സ്കൂൾ, അല്ലെങ്കിൽ വീടിനടുത്തുള്ള സ്കൂൾ. സാറ് വീടിനടുത്തുള്ള സ്കൂൾ ചൂസ് ചെയ്തു, പക്ഷേ അവിടെ മാത്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ബേസിൽ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത ചിലപ്പോൾ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഇപ്പോൾ മാത്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. മാത്സ് താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ മാത്സ് നിങ്ങൾ പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പം സ്റ്റാറ്റിയോ പൊളിറ്റിക്കൽ സയൻസോ ഒക്കെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഈ IT ഫീൽഡൊക്കെ ആഗ്രഹിക്കുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അബദ്ധവശാൽ മാത്സിലേക്കൊക്കെ എത്തിപ്പോവും. സോ അതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അലോട്ട്മെന്റിന് മുൻപ് കൃത്യമായിട്ട് മക്കൾ എന്ത് വേണം, നിങ്ങളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കൊമേഴ്സിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓപ്ഷണൽ സബ്ജക്റ്റ് ഏത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ സ്കൂളുകൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള സ്കൂൾ, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്കൂളുകളിൽ ഇതിൽ ഏതാണ് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാകുക? റെഡി, അത് എങ്ങനെയാണെന്നുള്ളത് സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പം മക്കൾ ഇതൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നമ്മുടെ HS CAP എന്നൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, HS CAP എന്നൊന്ന് സെർച്ച് ചെയ്യാം. HS CAP എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് HS CAP ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഇത് കാണാൻ പറ്റും, ഫസ്റ്റ് വരുന്ന സൈറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് പോവുക. നിങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ, പലരും അറിഞ്ഞിട്ടുണ്ടാവും, സ്കൂൾ ലിസ്റ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പലരും കയറിയിട്ടുണ്ടാവും. സോ അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാമല്ലോ, സ്കൂൾ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോഴ്സ് ലിസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ മക്കൾ ആദ്യം നമ്മുടെ കോഴ്സ് ലിസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യണം. നമ്മുടെ കോഴ്സ് ലിസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ കോഴ്സ് ലിസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ മക്കളെ 1 സെക്കൻഡ്, കോഴ്സ് ലിസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾക്ക് +1 ആൻഡ് +2 കംപ്ലീറ്റ് കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നോക്കിയാൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ഓക്കെ ശ്രദ്ധിക്കുക, ഇതിൽ 36, 37, 38, 39 ഈ 4 കോഴ്സ് കോഡുകളാണ് നമ്മുടേത്. ഓക്കെ, നമ്മുടെ കൊമേഴ്സിൻ്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ എന്താണ് ഓരോ കോഴ്സിനും ഓരോ കോഡുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, കോഴ്സ് കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ കോഡ് ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അല്ലാതെ കൊമേഴ്സിൽ അല്ലെ എങ്ങനെ മാത്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ല നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാകുക. സ്കൂൾ ലിസ്റ്റിലും അല്ലെങ്കിൽ കോഴ്സ് ലിസ്റ്റിലും ഉണ്ടാകുക കോഡായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട നമ്മുടെ കൊമേഴ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഏതാണ്? 36, 37, 38, 39 ആണ്. അപ്പം ഈ 36 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളാം, 36 എന്ന് പറയുന്നത് മാത്സ് കൊമേഴ്സ് ആണ്. ഓക്കെ, അതായത് മാത്സ് ഓപ്ഷണൽ പേപ്പർ വരുന്ന കൊമേഴ്സ് ആണ്. 37 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓപ്ഷണൽ പേപ്പർ വരുന്ന കൊമേഴ്സ് ആണ്. 38 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷണൽ പേപ്പർ വരുന്ന കൊമേഴ്സ് ആണ്.
39. ഓക്കെ, 39 എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓപ്ഷണൽ പേപ്പർ വരുന്ന കൊമേഴ്സ് ആണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഇനി നിങ്ങൾ നോക്കിയേ, നമ്മുടെ സ്കൂൾ ലിസ്റ്റിലേക്ക് നമ്മൾ പോവുക. ആ സ്കൂൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനും ആ ഒരു സൈറ്റിൻ്റെ മുകളിൽ തന്നെ മെനു ബാറിൽ നമുക്ക് കാണാൻ പറ്റും. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ആ ഡിസ്ട്രിക്റ്റിലുള്ള കംപ്ലീറ്റ് സ്കൂളുകളുടെ ലിസ്റ്റ് ഇതാ ഇതേപോലെ അങ്ങോട്ട് കൊടുക്കും. ഇതേപോലെ വരും കംപ്ലീറ്റ് സ്കൂളിൻ്റെ ലിസ്റ്റ്. അതിൽ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാം കോഴ്സിൻ്റെ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം കാണാം. അതിൽ ഇതാ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ കോഡ് കണ്ടോ, ഇങ്ങനെ കോഡ് കണ്ടോ. ഇതിൽ നോക്കിയേ ആദ്യത്തെ സ്കൂളിൽ കണ്ടോ 39 എന്നുള്ള കോഡ് ഉണ്ട്. ആ 39 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ് ആണ് ആ ഒരു സ്കൂളിൽ ഉള്ളത് എന്നാണ്. ഓക്കെ അല്ലേ, സെറ്റ്. അതേപോലെ ഇതാ നോക്കിയാൽ ഇവിടെ നോക്കിയേ 36 ഉണ്ട് 39 ഉണ്ട് അല്ലേ. അപ്പം 36, 37, 38, 39 ആണ് നമ്മളെ കൊമേഴ്സിൻ്റെ കോഡ്. അപ്പോൾ ഇതിൽ 36, 39 ഉണ്ട്. അതായത് കൊമേഴ്സിൽ എന്താ, മാത്സ് കൊമേഴ്സും അവിടെ ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇങ്ങനെ വേണം മക്കൾ എന്ത് മനസ്സിലാക്കാൻ, ഏതൊക്കെ സ്കൂളിൽ ഏതെല്ലാം സബ്ജക്റ്റുകൾ ഓപ്ഷണൽ പേപ്പേഴ്സുള്ള കൊമേഴ്സ് സബ്ജക്റ്റുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ച് വേണം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷണൽ പേപ്പർ ഏത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്കൂളുകൾ മാത്രം ചൂസ് ചെയ്യുക. എന്നിട്ട് മാത്രം മക്കൾ അലോട്ട്മെന്റ്, അല്ലാതെ ചറപറ വെറുതെ എല്ലാ സ്കൂളുകൾ കൊടുത്തിടുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയ ബേസിലൊന്നുമല്ല നിങ്ങൾ അലോട്ട്മെന്റിനെ ഫോളോ ചെയ്യേണ്ടത്. ഈ കാര്യം നിങ്ങളെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. അപ്പോൾ സാറ് പറഞ്ഞ് മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഈ ഒരു കോഡ് മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ. നമ്മളെ കൊമേഴ്സിന്റെ കോഡ് 36, 37, 38, 39 ആണ്. റെഡി അല്ലേ? അപ്പോൾ അലോട്ട്മെന്റിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്. ഇത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പം വീണ്ടും കാണാം. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ഇനിയും പറയുന്നുണ്ടാവും. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ വീഡിയോസ് ആയിട്ട് മക്കൾക്ക് വേണ്ടി തരുന്നുണ്ടാവും. അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം സാറിൻ്റെ പേര് മറന്നില്ലല്ലോ, യദു എന്നാണ്. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.